ഹലോ ഫ്രണ്ട്സ്, ജാൻസീസ് ഹോം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുറച്ച് മാങ്ങയുണ്ട്, പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇത് പലതരം മാങ്ങകളുണ്ട്. പ്രിയോര്, മൂവാണ്ടൻ, ചന്ദ്രക്കാരൻ, നാട്ടുമാങ്ങ, കോമാങ്ങ, പിന്നെന്താണ് ഒട്ടമാങ്ങ, പിന്നെ കുളമ്പ് മാങ്ങ, അങ്ങനെ പലതരം മാങ്ങകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് വരെ പ്രിസർവ് ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം. ഇതെല്ലാം പഴുത്ത മാങ്ങകളാണ്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാൻ, ഷേക്ക് ഉണ്ടാക്കാൻ, സ്മൂത്തി ഉണ്ടാക്കാനൊക്കെ നമുക്ക് എങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് കിട്ടിയ മാങ്ങ എല്ലാം കൂടെ സിങ്കിനകത്ത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം ചൂടുവെള്ളത്തിൽ. നല്ല ഉച്ചയായിട്ട് സോളാറിൻ്റെ വാട്ടർ കിട്ടിയിട്ട് വേണം ഒന്ന് കഴുകിയെടുക്കാൻ. 10 മിനിറ്റ് നേരം ഞാൻ ആ വെള്ളത്തിൽ ഇടും മാങ്ങ. എന്നിട്ടാണ് തുടച്ച് എടുത്ത് വയ്ക്കുക. അപ്പോൾ നല്ല മാങ്ങയായിരിക്കും. കുറച്ചൊക്കെ ചീത്തയായിട്ട് പോവും, പുഴുക്കേടൊക്കെ കുത്തി, എന്നാലും വലിയ കുഴപ്പമില്ല. ഇനി ഒരു ബക്കറ്റ് മാങ്ങയും കൂടെ ഉണ്ട് കഴുകാനായിട്ട്. അതും കൂടെ ഇട്ട് കഴുകി എടുത്ത് വയ്ക്കണം. തുണ്ട് കളഞ്ഞ മാങ്ങ ഇനി കട്ട് ചെയ്തെടുക്കണം. ചെറിയ മാങ്ങകൾ, നാട്ടുമാങ്ങകൾ ഇങ്ങനെ തന്നെ പാക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. വലിയ മാങ്ങകളുടെ തൊലി ചെത്തിക്കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സിപ്ലോ കവറിലേക്ക് ആക്കണം. ഇങ്ങനെ സിപ്ലോ കവറിലാക്കി നമ്മൾ പാക്ക് ചെയ്ത മാങ്ങ ഒരു കൊല്ലം വരെ നമുക്ക് ഉപയോഗിക്കാം. ഇതുകൊണ്ട് ജ്യൂസ്, മാംഗോ പുഡിങ്, ഐസ്ക്രീം, ഷേക്ക് എന്ത് വേണേലും ഉണ്ടാക്കാം കേട്ടോ. നാട്ടുമാങ്ങകൾ സിപ്ലോ കവറിൽ ആക്കിയിട്ടുണ്ട്. സിപ്ലോ കവറിൽ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് എയർ കളഞ്ഞ് തന്നെ അതിൻ്റെ സിബ് ഇടണം. ഈവൻ സിപ്ലോ കവർ ഇല്ലെങ്കിൽ തന്നെയും പ്രശ്നമില്ല, ഫുഡ് കവർ ആയിരുന്നാലും മതി. ഈ മാങ്ങ ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഒരു കൊല്ലത്തോളം ഇത് ചീത്തയാകാതെ തന്നെ ഇരിക്കും. എപ്പോൾ വേണമെങ്കിലും നമുക്കെടുത്ത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ ഇന്ന് കിട്ടിയ മാങ്ങയൊക്കെയും കൂടെ ഞാൻ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടായ മാങ്ങയാണ്. നമ്മൾ കാർബൈഡ് ഒന്നും വെച്ച് പഠിപ്പിക്കാറില്ല. എല്ലാം മാവുമേന്ന് വീണ് കിട്ടിയ മാങ്ങകളാണ് കേട്ടോ ഇതൊക്കെ. നല്ല മാങ്ങകളാണ്. ചിലതൊക്കെ പുഴുക്കേടൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, മരുന്നൊന്നും ചെയ്യാത്ത മാങ്ങയാണല്ലോ, നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. ഇങ്ങനെ പാക്ക് ചെയ്ത മാങ്ങകൾ നമ്മൾ ഫ്രീസറിൽ തന്നെ വെക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ജാൻസീസ് ഹോം ടിപ്സ്.